സാന്തനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധർമ്മ വലിയ സന്തോഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ കല്യാണം അങ്ങനെ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം, അത്യാവശ്യം സൗന്ദര്യമൊക്കെ വേണം, വലിയ കളറൊന്നും വേണ്ട, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അതേസമയം തന്നെ ആകാശം സ്വപ്നം കണ്ടൊക്കെ തുടങ്ങി. ആകാശ് സന്തോഷത്തോടു കൂടി തന്നെ മീനാക്ഷിനെ വിളിക്കുന്നുണ്ട്. പിന്നെ ഒരു പാട്ടൊക്കെ ഇനി ആകാശ് പാടുന്നത്, ശരി നിങ്ങൾക്ക് പാട്ടൊക്കെ പാടാൻ അറിയാമെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഞാൻ പാട്ട് പാടും, അപ്പൊ അതും ഞാൻ സഹിക്കണോ അല്ലേ, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ആനന്ദേട്ടന്റെ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ട്, അപ്പൊ നമ്മുടെ കാര്യം കൂടി എന്തായാലും അവതരിപ്പിക്കണം, ബ്രോക്കർ വഴിയെങ്കിലും എന്നൊക്കെ പറഞ്ഞപ്പോൾ, ആനന്ദേട്ടന്റെ കല്യാണം തീരുമാനിച്ചോ, ഇത് ആര് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ആര്യൻ പറഞ്ഞ് ആര്യന്റെ സംസാരത്തിൽ നിന്ന് അച്ഛൻ അത് തീരുമാനം എടുത്തപ്പോൾ, കണ്ട നിങ്ങളെ വീട്ടിൽ അച്ഛനോട് സംസാരിക്കാനോ ആകെ ഒരേ ഒരു ആൺകുട്ടിയുള്ളൂ, അത് ആര്യനാണ്, അവനെ എൻ്റെ വക ഒരു ഷെയ്ക്കൻഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു സന്തോഷത്തോടെ ഫോൺ വെക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ധർമ്മനാണ്. ധർമ്മൻ വീട്ടിൽ അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്ന ചേട്ടത്തിമാരോട് കല്യാണം ആയി, എനിക്ക് ഏട്ടൻ അളിയൻ ഇങ്ങനത്തെ ഒരു മനുഷ്യ മനസ്സുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്തായാലും കല്യാണക്കാര്യം മോനെ നിന്റെ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ. അതേ അമ്മ, ഞാനല്ലേ അവിടെ മൂത്ത് നരച്ച് നിൽക്കണം, അല്ലാണ്ട് വേറെ ആര്. അങ്ങനെ ചേട്ടത്തിമാർക്ക് പാർട്ടിയൊക്കെ കൊടുക്കാന്ന് പറയുന്നുണ്ട്. എന്തായാലും ബാലന്റെ വീട്ടിലേക്ക് കല്യാണം കൂടാൻ വരാൻ പറ്റൂലല്ലോ, അപ്പൊ അമ്മ പറയുന്നുണ്ട് കാശായിട്ടൊന്നും എൻ്റെ കയ്യിലില്ല, അനുഗ്രഹം വേണ്ടോളം തരാം, പിന്നെ നീ എന്തിനാടാ ബാലനെ പേടിക്കുന്നത്, നിനക്ക് ഇവിടെ ഒരു ഓഹരിയൊക്കെ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ അത് ചേട്ടന്മാർ തരണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആര്യന് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്, അച്ഛനാണ് അടിച്ചതിന് പകരമായിട്ട് ഒരു ഷർട്ട്, ഒരു പുള്ളി ഷർട്ട് വയസ്സന്മാരിടുന്ന പോലത്തെ ഒരു ഷർട്ട് എടുത്ത് കൊടുത്തപ്പോൾ ആര്യന് ദേഷ്യം സങ്കടമൊക്കെ വരുന്നുണ്ട്. ഇതാ എനിക്ക് എന്തിനാണ് ഇങ്ങനത്തെ ഷർട്ട്, ഇതിട്ട് ഞാൻ കോളേജിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ കളിയാക്കും, ഇത് ചിലപ്പോൾ ഞാൻ കടയിലേക്ക് ഇട്ടുണ്ടെല്ലാം വേണ്ടി അച്ഛൻ മേടിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ, എടാ നീ അത് പോയി ആദ്യം ഇട്ട്, ഒരാൾ സന്തോഷത്തോടെ മേടിച്ചു തരുന്നതിനെ കുറ്റം പറയരുത്, വല്ലപ്പോഴും കിട്ടുന്നതല്ലടാ, നീ നിന്റെ ചേട്ടന്മാരെ മാത്രം അച്ഛൻ സ്നേഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പോലും വാങ്ങാണ്ട് നിനക്ക് വാങ്ങി തന്നില്ലേന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഷർട്ട് ഇട്ട് നിൽക്കുമ്പോൾ നല്ല ലൂസൊക്കെ, കണ്ടില്ലേ അച്ഛനെ പഴഞ്ചൻ മോഡൽ അറിയുള്ളൂ, അച്ഛന് ഇഷ്ടമുള്ള തുണികൾ ഞങ്ങൾ ഇടണം, അല്ലെങ്കിൽ ഈ പൈസ തന്നിരുന്നെങ്കിൽ ഞാൻ നല്ല ഷർട്ട് വാങ്ങിയതില്ലേ എന്നൊക്കെ പറഞ്ഞു വരുന്നത് ബാലൻ കേൾക്കും. അങ്ങനെ ബാലൻ ദേഷ്യത്തോടൊന്നും മിണ്ടാണ്ട് പോകും. ആ സമയത്ത് ഗോമതിക്ക് വിഷമാവുന്നുണ്ട്, വല്ലപ്പോഴും കിട്ടുന്ന ഒരു അപൂർവമായ ഒരു കാഴ്ചയാണ്, നിന്നെ സ്നേഹിച്ചപ്പോ അത് നീ നഷ്ടപ്പെടുത്തിയില്ലേടാ എന്നൊക്കെ ചോദിച്ചിങ്ങ. അപ്പൊ ആര്യനും വിഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കടയിൽ ബാലനെ പിശുക്കത്തരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് കാൽക്കുലേറ്റർ ഒക്കെ മേടിക്കാൻ പറഞ്ഞ് കളിയാക്കുന്നൊക്കെ ഉണ്ട് രാമേട്ടൻ. ആ സമയത്തിന് മീനാക്ഷിയുടെ വീടാണ് കാണിക്കുന്നത്. മീനാക്ഷിയുടെ വീട്ടിൽ മീനാക്ഷിയോട് ജോലി കഴിഞ്ഞിട്ട് ജോലിക്ക് മുന്നേ 1 മണിക്കൂർ മുന്നേ വീട്ടിലെത്തണം എന്ന് പറയുന്നുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ, നിന്നിന്ന് പെണ്ണ് കാണാൻ ഒരാൾ വരും, PWDയിലെ എഞ്ചിനീയറാണ്, നല്ല പയ്യനെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും അത് സമ്മതിക്കുന്നില്ല അച്ഛനും അമ്മയും പറയുന്നുണ്ട് എന്തായാലും വേണം കല്യാണം, ഇപ്പൊ വേണ്ടെങ്കിലും അവർ വന്ന് കാണട്ടെ, എന്തായാലും ഇത് നടത്തണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി ആകാശിനെ വിളിക്കുന്നുണ്ട്. ആകാശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കല്യാണമാണ്, പെണ്ണ് കാണാൻ വരുന്നുണ്ട്, എനിക്കിങ്ങനെ തടഞ്ഞു വെക്കാൻ പറ്റില്ല, പറ്റുമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്ക്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ട് വഴിക്കാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും അവന് ഭയങ്കര വിഷമാവുന്നുണ്ട്. അതേസമയം തന്നെ ബാലനോട് ഒരു കാൽക്കുലേറ്റർ സ്വന്തമായി വാങ്ങാൻ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ അതിനുള്ള പണം, അങ്ങനത്തെ പണമൊന്നും ഇല്ല, എനിക്ക് എന്തായാലും മനക്കണക്ക് മതി രാമേട്ടാന്ന് പറഞ്ഞപ്പോൾ, നിന്റെ കയ്യിൽ പണം ഇല്ലാണ്ടാണോ കാതുകുത്ത് നാട് മുഴുവൻ ചടങ്ങ് കുട്ടികാഘോഷിച്ച് നടത്തിയെന്ന് പറഞ്ഞപ്പോൾ, അത് എൻ്റെ അന്തസ്സിന്റെ കാര്യമാണ്, അത് പണം കൂടുതലായിട്ടൊന്നല്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ, എനിക്കറിയാം ബാലേട്ടനും കൂടി രാമേട്ടൻ പറഞ്ഞോ കളിയാക്കിക്കോ, അത് അവര് കൊള്ളാക്കിന്നല്ലേ, അത് ഞാൻ സഹിച്ചൊരു കച്ചവടമാകുമ്പോൾ നഷ്ടവും ലാഭമൊക്കെ ഉണ്ടാവും, അത് പോട്ടെ എന്ന് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് ആര്യൻ അനുവിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട്. ഏളെ പെങ്ങള വണ്ടി ഇരുത്തിയിട്ടുണ്ടെങ്കിലും വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ബുദ്ധിമുട്ടുന്നൊക്കെ ഉണ്ട്, പഠിക്കാൻ ഇത്തിരി വശമില്ല. അങ്ങനെ ഒരു 5 മിനിറ്റ് ചേട്ടൻ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് ഓടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ അലോകിന്റെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടുന്നൊന്നുമില്ല, പക്ഷെ അലോക് നേരെ വന്നും കഴിഞ്ഞിട്ട് ഈ കൊച്ചിന്റെ വണ്ടിമേൽ കൊണ്ടിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ കണ്ടമാനം വഴക്ക് പറയുന്നുണ്ട്, നീ എവിടെ നോക്കി വണ്ടി ഓടിക്കുന്നത്, റോഡ് നിന്റെ സ്വന്തമാണ്, നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അച്ഛൻ ഇറക്കി വിട്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വഴക്കുണ്ടാക്കിയപ്പോൾ ആര്യൻ അവിടേക്ക് ചെല്ലുന്നുണ്ട്. ആര്യൻ പറഞ്ഞിട്ട് എൻ്റെ പെങ്ങളോട് അനാവശ്യമായി വല്ലതും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞപ്പോൾ, നിന്റെ അച്ഛന് എൻ്റെ അപ്പച്ചനെ ഇറക്കി കൊണ്ടുപോയി കല്യാണം കഴിക്കുക, നിനക്ക് എൻ്റെ പെങ്ങളെ കളിയാക്കുക, എനിക്കത് പാടില്ലല്ലേ, നിന്റെ പെങ്ങളെ ഇവളെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ ഉപദ്രവിക്കും,
എന്ന് പറയല്ല. പിന്നെ കണ്ടത് നല്ല ഇടീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരടിയായിരുന്നു കിട്ടിയിരുന്നത്. എന്തായാലും നല്ലോണം കിട്ടുന്നുണ്ട്. അനു തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അലോകിനെ പഞ്ഞിക്കിടുന്നുണ്ട് ശരിക്കും. അതിനുശേഷം ആര്യൻ അച്ഛനെടുത്ത് കൊടുത്ത ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് കടയിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ബാലൻ അഭിമാനത്തോടെ രാമേട്ടനോട് പറയുന്നുണ്ട്, കണ്ട രാമേട്ട ഞാൻ എടുത്തു കൊടുത്ത ഷർട്ട് ഇടുന്നു പറഞ്ഞപ്പോ ഇത് പറഞ്ഞത് ബാല നീ പഴഞ്ചനാണെന്ന്. പിച്ചുക്കൻ മാത്രല്ല നീ പഴഞ്ചനാണ്. അവൻ ഇട്ടേക്കുന്ന ഒരു ഡ്രസ്സ് കണ്ട ഇത് ആരെങ്കിലും ഇടോ? കളിയാക്കി അവനെ കൊല്ലില്ലേ കോളേജിലേക്ക് ചെല്ലുമ്പോ? വയസ്സന്മാര് പോലും ഇടൂലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആകാശ് വന്ന് പറയണ്ട ഇത് ഷർട്ട് ഇതിലൊരാളെയും കൂടി ഇടാലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ മേടിച്ചെന്നു പറഞ്ഞാൽ അതെ നന്നായിട്ടുണ്ട് ഇട്ടാന്ന് പറഞ്ഞ് ആകാശ് അവിടെ നിന്ന് വേഗം മുങ്ങുന്നുണ്ട്. ആര്യനെ അപ്പൊ ആകെ വിഷമാവുന്നുണ്ട്. ആ സമയത്ത് ബാലേട്ടൻ പറയുന്നുണ്ട് ഞാനല്ലെങ്കിൽ ആർക്കും എന്ത് നല്ലത് ചെയ്യാന്ന് വിചാരിച്ചാൽ അത് ഒടുവിൽ എനിക്ക് ഇങ്ങനെയായി വരുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ബാലേട്ടനാണ് കാണിക്കുന്നത്. അതിനുശേഷം അമ്മാവനും ആര്യനും കൂടി ധർമ്മനും ആര്യനും കൂടി സംസാരിച്ചുകൊണ്ട് പോകുകയാണ്. എന്തായാലും ഏട്ടൻ നല്ലൊരു കാര്യമാണ് നടത്താൻ തീരുമാനിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്ത് കല്യാണക്കാരിയെ നീ അറിഞ്ഞില്ലേ എന്റെ കല്യാണമാണ് എന്ന് പറഞ്ഞ് മാമന്റെ കല്യാണം ആര് പറഞ്ഞ് അളിയൻ ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ടടാ വരാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ അത് നിങ്ങളുടെ കല്യാണമല്ല അത് ആനന്ദേട്ടന്റെ കല്യാണമാണ്. ആനന്ദ അതൊന്നും നടക്കില്ലേ, ഞാനിവിടെ പെരന്നിറങ്ങി നിൽക്കുമ്പോൾ എന്റെ കല്യാണം നടത്തണ്ട ആനന്ദിന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നപ്പോൾ നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം എന്നിങ്ങനെ ആര്യ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ ഭാഗം ലാസ്റ്റ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.